ദൈവകരുണയുടെ ഭക്തരായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. ഈ പുണ്യദിനത്തിൽ ദൈവകരുണയുടെ ഭക്തരായ നിങ്ങൾ പരിശുദ്ധാത്മാവേ വേഗം ഇറങ്ങി വരണമേ എന്ന് ഹൃദയം തട്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ആധ്യാത്മിക പിതാവ് എന്ന നിലയിൽ രണ്ട് വാക്ക് പറയേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് അവസാനം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശ്ലൈഹിക ആശീർവാദം നൽകുന്നതാണ്. പെന്തക്കോസ്തോടുകൂടി സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ ഒരു പുതിയ കാലം ആരംഭിക്കുകയാണ്, ഒരു സീസൺ. ഇതിനെ സ്ലീഹാക്കാലം എന്ന് വിളിക്കുന്നു. ഈ സീസണിൽ 7 ആഴ്ചകളുണ്ട്. ഈ സീസൺ സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഊന്നിപ്പറയുന്ന ഒരു കാലമാണ്. ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് അപ്പസ്തോലന്മാരെ കൽപ്പിച്ച നമ്മുടെ നാഥൻ മിഷനറിമാരാകാൻ എല്ലാ വിശ്വാസികളോടും ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത്. നമ്മുടെ പിതാവായ തോമാശ്ലീഹായെപ്പോലെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറയാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത്. തോമാശ്ലീഹായുടെ ഈ മാതൃക സീറോ മലബാർ സഭയിൽ ആയിരക്കണക്കിന് മിഷനറിമാരെ, വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ഉൾപ്പെടെ നിരവധി രക്തസാക്ഷികളെയും സൃഷ്ടിച്ചതായിട്ട് നമുക്കറിയാം. നിങ്ങളതിന് സാക്ഷികളാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മെയ് 13 റോമിൽ സന്നിഹിതരായിരുന്ന സീറോ മലബാർ വിശ്വാസികളെയും മെത്രാന്മാരെയും അഭിസംബോധന ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ സഭയുടെ ഈ മഹത്തായ ഗുണത്തെ അഭിനന്ദിച്ച് സംസാരിക്കുകയുണ്ടായി. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയിലെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അവരുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും തീക്ഷ്ണത കാരണം അറിയപ്പെടുന്നു. ഇന്ത്യയുടെ അപ്പസ്തോലനായ വിശുദ്ധ തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിലേക്കുള്ള സാക്ഷ്യത്തിൽ വേരൂന്നിയതിനാൽ നിങ്ങളുടെ വിശ്വാസം പുരാതനമാണ്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെല്ലാവരും തോമാശ്ലീഹായുടെ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ സൂക്ഷിപ്പുകാരും അവകാശികളുമാണ്. കേരളം ദൈവവിളികളുടെ കലവറയാണ്. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണെന്ന് ഞാൻ പറഞ്ഞു. പെന്തക്കോസ്ത പെരുന്നാൾ എവിടെ നിന്ന് വരുന്നു? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സെഹിയോൻ ഊട്ടുശാലയിൽ അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിന് വളരെ മുമ്പ് തന്നെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പെന്തക്കോസ്ത ആഘോഷിച്ചു വന്നിരുന്നു. പെന്തക്കോസ്ത എന്ന വാക്ക് പെന്തക്കോസ്തെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത്. 50-ാം ദിവസം എന്നാണ് അതിനർത്ഥം. കാരണം യഹൂദരുടെ പെന്തക്കോസ്ത തിരുനാൾ എല്ലായ്പ്പോഴും പെസഹ പാസ്സോവർ കഴിഞ്ഞ് 50-ാം ദിവസമാണ് അവർ ആഘോഷിച്ചു വന്നിരുന്നത്. സീനായ് പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് തോറ നൽകിയതിന്
ഇത് അനുസ്മരിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് 50-ാം ദിവസമാണ് നമ്മുടെ പെന്തക്കോസ്ത തിരുനാൾ വരുന്നത്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനതയിലേക്ക് വന്നത് ഇങ്ങനെയാണ്. ശക്തമായ മിന്നൽ കൊടുങ്കാറ്റിൽ കനത്ത മേഘം സീനായ് പർവ്വതത്തെ മറച്ചു. ആട്ടുകൊറ്റൻ്റെ കൊമ്പിൽ നിന്ന് ഉണ്ടാക്കിയ കാഹളത്തിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ ആ പ്രദേശത്തുടനീളം മുഴങ്ങി. ഇസ്രായേൽ ജനത വിറച്ചു. ദൈവത്തെ അഭിമുഖീകരിക്കാൻ മോശ ജനങ്ങളെ പാളയത്തിൽ നിന്ന് മലയുടെ അടിവാരത്തിലേക്ക് നയിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സീനായ് പർവ്വതത്തിൽ ദൈവം തീയിൽ ഇറങ്ങിയതിനാൽ അത് പൂർണ്ണമായും പുകയിൽ മൂടപ്പെട്ടിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്തോടെ അവനോട് ഉത്തരം നൽകുകയും ചെയ്യുമ്പോൾ കാഹളനാദം ഉച്ചത്തിൽ ഉയർന്നു. പിന്നീട് ദൈവം മോശയെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തി 10 കൽപ്പനകൾ അവന് വെളിപ്പെടുത്തി. ഇസ്രായേലുമായി ഒരു ഉടമ്പടി ദൈവം സ്ഥാപിച്ചു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എഴുതിയ പുതിയ നിയമം അത് സ്ഥാപിച്ച രീതി പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയെ സമീപിച്ച രീതിയെ അനുസ്മരിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയെപ്പോലെ ശിഷ്യന്മാരും എല്ലാവരും ഒരുമിച്ച് യേശുവിനെ കണ്ടുമുട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അവർ അവൻ്റെ വരവ് പ്രതീക്ഷിച്ചു. കാരണം യേശു ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ദൈവം മുകളിൽ നിന്ന് ഒരു ശക്തി അവരുടെ മേൽ അയക്കുമെന്ന് അവർ അവരോട് പറഞ്ഞിരുന്നു. അതിനാൽ സ്വർഗാരോഹണത്തിന് ശേഷം 9-ാം ദിവസം ആകാശത്ത് നിന്ന് ശക്തമായ കാറ്റുപോലെ ഒരു ശബ്ദമുയർന്നു. അത് അവർ ഉണ്ടായിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെയും മേൽ തീയുടെ നാവുകൾ അമർന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. ആത്മാവ് അവരെ ഘോഷിക്കാൻ പ്രാപ്തരാക്കിയതുപോലെ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സഭ ആരംഭിച്ചു. അതുകൊണ്ടാണ് പെന്തക്കോസ്ത തിരുനാൾ സഭയുടെ ജന്മദിനമാണെന്ന് വിളിക്കപ്പെടുന്നത്. നമുക്ക് ഇന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ വേഗം വരണമേ എന്ന്. അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു നീണ്ട പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശ്ലൈഹിക ആശീർവാദം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തലകുനിച്ച് ഈ ആശീർവാദത്തിന് ഒരുങ്ങുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.